Good morning, friends. ഞാൻ നിങ്ങളുടെ എക്കണോമിക്സ് അധ്യാപകനാണ്. എൻ്റെ പേര് ബിപിൻ ബാബു. അപ്പോൾ നമുക്ക് ഒരു മുഖവരയുമില്ലാതെ ഇന്ന് നമ്മുടെ ഫസ്റ്റ് ഇയർ +1 എക്കണോമിക്സ് ക്ലാസ്സുകളിലേക്ക് പോവുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് എടുക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഡെവലപ്മെന്റ് പോളിസീസ് ആൻഡ് എക്സ്പീരിയൻസ് ഡ്യൂറിങ് 1947 to 1990. ആ ഒരു യൂണിറ്റിനകത്തെ ഒന്നാമത്തെ ചാപ്റ്റർ നമ്മൾ എടുക്കാൻ പോകുന്നത്. അതിന്റെ പേരാണ് നോക്കുക, ഇന്ത്യൻ ഇക്കോണമി ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ്. അതായത് ഇന്ത്യൻ ഇക്കോണമി സ്വാതന്ത്ര്യം പ്രാപിക്കുന്ന ആ സമയത്ത് എങ്ങനെയായിരുന്നു. അപ്പൊ നമ്മൾ ഈ ചാപ്റ്റർ മുഴുവൻ നമ്മൾ കാണുന്നത് നമ്മുടെ ഇക്കോണമിയുടെ പാസ്റ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥ, പ്രസന്റ് ആയിട്ടുള്ള അവസ്ഥ, ഫ്യൂച്ചറിൽ അത് എങ്ങനെയായിരിക്കും എന്നുള്ളത്. നമുക്കറിയാം ഇന്ത്യൻ എക്കോണമി എന്ന് പറയുന്നത് ഇന്ന് ലോകത്തിലെ 5ാമത്തെ വളരെ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇക്കോണമി. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ പാസ്റ്റ് നമുക്ക് പഠിക്കാൻ കിട്ടുന്ന ഒരു സാഹചര്യമാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഞാൻ നിങ്ങളെ ഇത് പരിചയപ്പെടുത്താൻ പോകുന്നത് ആദ്യമായിട്ട് ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് മുമ്പ് നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്. എന്താണ് ബ്രിട്ടീഷുകാരുടെ അവരുടെ ഭരണം തുടങ്ങുന്നതിന് മുമ്പ് തന്നെയുള്ള ഒരു ഇന്ത്യൻ ഇക്കോണമി എന്ന് പറയുന്നത് വളരെ സമ്പത്ത് ആർജിച്ചിരുന്ന ഒരു ഇക്കോണമിയാണ്. അപ്പൊ നമുക്ക് ഇന്ന് നോക്കാൻ സാധിക്കുന്നത് ബിഫോർ ദ ബ്രിട്ടീഷ് റൂൾ എന്തെല്ലാമായിരുന്നു ഇന്ത്യൻ ഇക്കോണമിയുടെ അവസ്ഥ എന്ന് പറയുന്നത്. നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ഇന്ത്യൻ ഇക്കോണമി എന്ന് പറയുന്നത് വളരെ ഫെയർലി, അത് ന്യായമായിട്ടുള്ള ഒരു ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു രാജ്യമായിരുന്നു ഇന്ത്യ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ സെൽഫ് സഫീഷ്യന്റ്, വളരെ സെൽഫ് സഫീഷ്യന്റ്, സ്വയം പര്യാപ്തമായിട്ടുള്ള ഒരു രാജ്യമായിരുന്നു. പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത് അഗ്രികൾച്ചറാണ്. അത് ഇന്നാണെങ്കിലും കഴിഞ്ഞ കാലങ്ങളിലായാലും അഗ്രികൾച്ചർ എന്ന് പറയുന്നത്, അതായത് കൃഷിയാണ് നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തൊഴിൽ മേഖല എന്ന് പറയുന്നത്. ഏകദേശം ഇന്ന് ഒരു 50% ആൾക്കാർ കൃഷിയിൽ നിൽക്കുമ്പോൾ അന്നത്തെ കാലത്ത് ഏകദേശം 85% കൃഷിയെ ആശ്രയിച്ചുള്ള ഒരു ഇക്കോണമിയാണ്. അതായത് നമ്മുടെ ഇന്ത്യൻ ഇക്കോണമി എന്ന് പറയുന്നത് ഒരു അഗ്രേറിയൻ ഇക്കോണമി. പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്ത്യയുടെ പ്രോഡക്ട്സുകൾ, അതായത് ഇന്ത്യയുടെ ഹാൻഡിക്രാഫ്റ്റ്സ് വളരെ വേൾഡ് ഫേമസ് ആയിരുന്നു. ധാക്ക മസ്ലിൻ എന്നൊക്കെ പറയുന്ന പോലെയുള്ള പ്രോഡക്റ്റുകൾ വേൾഡ് ഫേമസ് ആയിരുന്നു. ഇന്ത്യയുടെ മാനുഫാക്ചറിങ് എന്ന് പറയുന്നത് കൂടുതൽ ഹാൻഡിക്രാഫ്റ്റ്സുകളാണ്. അപ്പൊ ഹാൻഡിക്രാഫ്റ്റ്സ് എന്ന് വെച്ചാൽ കോട്ടൺ, ജൂട്ട് ആയിട്ടുള്ള വസ്ത്രങ്ങളാണ് ഇന്ത്യ വേൾഡിലേക്ക് എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ബ്രിട്ടീഷുകാരുടെ വരവിന് മുമ്പ് തന്നെ നമുക്കിവിടെ മറ്റു രാജ്യങ്ങളുമായിട്ട് എന്താണ് ട്രേഡ് റിലേഷൻസ് ഉണ്ടായിരുന്നു, വ്യാപാര ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി നമ്മൾ പോകുന്നത് ബ്രിട്ടീഷുകാര് ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നമുക്കറിയാം AD 1600 ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെട്ടത്. അതിനുശേഷം AD 1615 ജഹാംഗീറാണ് എന്താണ് ഈ ഒരു കമ്പനിക്ക് ഇവിടെ ഫാക്ടറി തുടങ്ങാൻ, അതായത് സൂറത്തില് ഫാക്ടറി തുടങ്ങാനായിട്ടുള്ള അനുമതി കൊടുത്തു. അപ്പൊ ആ സമയത്ത് ബ്രിട്ടീഷുകാരുടെ പ്രധാനപ്പെട്ട 2 ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്, അതായത് അവർക്ക് ഏതൊരു രാജ്യമാണെങ്കിലും ആ രാജ്യത്തിന് എന്താണ് ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. അതായത് അവരുടെ ട്രേഡ് അല്ലെങ്കിൽ അവരുടെ മാർക്കറ്റ് എങ്ങനെ ഇവിടെ പിടിച്ചെടുക്കാമെന്നുള്ളത് ഒരു പ്രത്യേകമായിട്ട് അവരൊരു സ്ട്രാറ്റജി ഫോളോ ചെയ്യും. അങ്ങനെ ആ സ്ട്രാറ്റജിയിൽ അവർക്കുണ്ടായിരുന്ന 2 ഒബ്ജക്റ്റീവ്സ് ആയിരുന്നു. എന്ത്? ഇന്ത്യ ആസ് എ സോഴ്സ് ഓഫ് റോ മെറ്റീരിയൽ. രണ്ടാമത് ഇന്ത്യ ആസ് എ മാർക്കറ്റ് ഫോർ ഫിനിഷ്ഡ് പ്രോഡക്ട്സ്. അതായത് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ വളരെ ലോ പ്രൈസിൽ അവരെന്ത് ചെയ്യുന്നു, നമ്മുടെ റോ മെറ്റീരിയൽസ്, അസംസ്കൃത വസ്തുക്കൾ വാങ്ങിക്കൊണ്ട് പോകുന്നു. എന്നിട്ട് അതിനെ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആക്കിയിട്ട് നമ്മുടെ നാട്ടിലേക്ക് അത് കൊണ്ടുവരുന്നു. ഇപ്പൊ നമുക്കറിയാം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ചൈന എന്ന് പറഞ്ഞ രാജ്യം നമ്മുടെ രാജ്യത്തെ എന്താണ് ആക്രമിക്കാനൊക്കെ തയ്യാറെടുക്കുന്നത്. അവരുടെ പോളിസി ഇതുപോലെ തന്നെയാണ്. അവർ ഇന്ത്യയിൽ നിന്ന് വളരെ റോ മെറ്റീരിയലുകളൊക്കെ അവരുടെ രാജ്യത്തേക്ക് കൊണ്ടുവന്നു, വളരെ ഫിനിഷ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ അന്നത്തെ കാലത്തും ഇത് ബ്രിട്ടീഷുകാർ ഫോളോ ചെയ്തതും ഇത്തരത്തിലുള്ള ഒരു പോളിസി ആയിരുന്നു. പിന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് എന്തായിരുന്നു ഈ ഒരു 2 പോളിസികൾ നടപ്പിലാക്കിയതുകൊണ്ട് ഇന്ത്യൻ എക്കോണമിയിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ 2 പോളിസികൾ ഇന്ത്യയിൽ നടപ്പിലാക്കിയപ്പോൾ ബ്രിട്ടീഷുകാരുടെ ഇൻട്രസ്റ്റ്, അവരുടെ താല്പര്യങ്ങളാണ് അവർ സംരക്ഷിച്ചു പോന്നിരുന്നത്. രണ്ടാമതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്
നമ്മുടെ വ്യവസായം, അതായത് നമ്മുടെ കുടിൽ വ്യവസായങ്ങൾ, അതായത് കോട്ടേജ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത് ഒരു തകർച്ചയുടെ വക്കിലേക്ക് വന്നിരുന്നു ഇവരുടെ ഈ രണ്ട് പോളിസികളും കാരണമായിരുന്നു. പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരുപാട് ആൾക്കാരുടെ തൊഴിൽ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കാരണം ഇന്ത്യൻ ഇക്കോണമി എന്ന് പറയുന്ന ആ സമയത്ത് കുടിൽ വ്യവസായങ്ങൾ ഒരുപാട് ഉണ്ടായിരുന്ന ഒരു മേഖലയാണ്. ആ മേഖലയിലേക്കാണ് ബ്രിട്ടീഷുകാർ അവരുടെ ഫാക്ടറിയുമായിട്ട് വന്ന് വളരെ അവരുടെ കൂടുതലും മാനുഫാക്ചറിങ് ഗുഡ്സുകൾ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്തുകൊണ്ട് അവരുടെ ഫിനിഷ്ഡ് പ്രോഡക്റ്റുകൾ ഇവിടേക്ക് നടത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടുത്തെ ഉത്പാദനം എന്ന് പറയുന്നത് എന്താണ്, ആവശ്യമില്ലാതെ അങ്ങനെ ഒരുപാട് പേർക്ക് തൊഴിൽ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ് ആ സമയത്ത് ഉണ്ടായിരുന്നത്. പിന്നീട് ഈ രണ്ട് പോളിസികളുടെ ഫലമായിട്ട് ഇന്ത്യയുടെ GDP ആ സമയത്ത് വളരെ കുറയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഏകദേശം 2% താഴെയായിരുന്നു ഇന്ത്യയുടെ GDP എന്നുള്ളത്. GDP എന്ന് പറയുന്നത് നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നതാണെന്ന് നമ്മൾ പത്രമൊക്കെ വായിക്കുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ സാധിക്കും. GDP ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറയും. അതായത് ഒരു രാജ്യം അതിന്റെ ആഭ്യന്തര അതിർത്തികളിൽ ഒരു വർഷം ഉത്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെത്തുകയാണ് നമ്മൾ എന്താ പറയുന്നത്, GDP എന്ന് പറയുന്നത്. അതായത് ഇംഗ്ലീഷിൽ അതിന്റെ ഡെഫിനിഷൻ എന്താണ്, ടോട്ടൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ കൺട്രി ഇൻ ആൻ അക്കൗണ്ടിങ് ഇയർ, അതിനെ GDP എന്ന് പറയുന്നത്. അപ്പൊ ആ സമയത്ത് ഇന്ത്യയുടെ GDP എന്ന് പറയുന്നത് വളരെ കുറഞ്ഞു. കാരണം അവരുടെ പോളിസീസ് എപ്പോഴും എന്താ, ഇന്ത്യയെ എക്സ്പ്ലോയിറ്റ് ചെയ്യുക, ഇന്ത്യയിൽ നിന്ന് മാക്സിമം അവർക്ക് ഗുണപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ലഭിക്കുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയാണ് ഈ ഒരു പോളിസി, ഈ രണ്ട് പോളിസിയുടെ ഫലമായിട്ട് ഏറ്റവും കൂടുതൽ സംഭവിച്ചത് ഇന്ത്യയുടെ GDP വളരെ 2% താഴെ കുറഞ്ഞു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത് അന്നത്തെ കാലത്ത് ഒരു വ്യക്തമായിട്ടുള്ള ഒരു GDP കാൽക്കുലേഷൻ ഇല്ലായിരുന്നു. ആദ്യമായിട്ട് ഇന്ത്യയുടെ GDP എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്തതെന്ന് പറയുന്നത് ദാദാഭായ് നവറോജിയാണ്. ദാദാഭായ് നവറോജിയെ കുറിച്ച് നമ്മൾ 10ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും ഒക്കെ പഠിച്ചിട്ടുണ്ട് സോഷ്യൽ സയൻസിൽ. എന്താണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത് തന്നെ ഇന്ത്യയുടെ മധ്യവയോധികൻ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹമാണ് ആദ്യമായിട്ട് ഇന്ത്യയുടെ GDP കാൽക്കുലേറ്റ് ചെയ്തത്. അതിനുശേഷം ഫിൻലി ഷിറാസ് എന്ന് പറയുന്ന ആൾ വരുന്നത്, അതുപോലെ തന്നെ വില്യം VKRB റാവു, അതുപോലെ RC ദേശായി, ഇങ്ങനെയുള്ള ആളുകളാണ് ഇന്ത്യൻ ഇക്കോണമിയുടെ GDP കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് വന്നത്. ഇവരിൽ ഏറ്റവും പ്രധാനമായിട്ട് വളരെ വളരെ അക്സെപ്റ്റബിൾ ആയിട്ട് വളരെ അംഗീകരിക്കപ്പെടുന്ന രീതിയിൽ ഇന്ത്യയുടെ ദേശീയ വരുമാനം കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് VKRB റാവു ആയിരുന്നു. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്ത്യൻ ഇക്കോണമിയുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് വളരെ കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇന്ത്യയുടെ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത് വളരെ കുറവ്. നമുക്കറിയാം പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തെ ആകെയുള്ള വരുമാനത്തെ നമ്മൾ ആ രാജ്യത്തിന്റെ പോപ്പുലേഷനുമായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്താ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു രാജ്യത്ത് 100 രൂപ ആണ് അതിന്റെ നാഷണൽ ഇൻകം എന്ന് വിചാരിക്കുക. 100 രൂപയാണ് അതിന്റെ നാഷണൽ ഇൻകം. അവിടെ 10 പേര് താമസിക്കുന്നുണ്ട്. അപ്പൊ 100 ÷ 10 എന്താണ് 10 എന്നുള്ളതാണ്. അപ്പൊ അതാണ് പെർ ക്യാപിറ്റ. 10 പേർക്ക് 10 രൂപ വെച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു പെർ ക്യാപിറ്റ വളരെ കുറവായിരുന്നു. ഏകദേശം എന്താണ് 0.5% ആയിരുന്നു ആ ഒരു പെർ ക്യാപിറ്റ ഇൻകത്തിൽ ഉണ്ടായിരുന്ന ഒരു ഡിക്ലൈൻ എന്ന് പറയുന്നത്. മാത്രമല്ല നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു അവരുടെ പോളിസി ആദ്യമായിട്ട് ബാധിച്ചത് എന്താണ്, നമ്മുടെ അഗ്രികൾച്ചർ സെക്ടറിലാണ്. അപ്പൊ അഗ്രികൾച്ചർ സെക്ടറിൽ ഇവരുടെ ഈ പോളിസി ഏറ്റവും കൂടുതൽ ബാധിച്ചു. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു 85%-ഓളം എന്താണ് കൃഷിയെ ആശ്രയിച്ച്, ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ കൃഷിയെ ആശ്രയിച്ച് ജീവിത മാർഗം തേടുന്ന ആളുകളായിരുന്നു അന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അഗ്രികൾച്ചറിന്റെ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് വളരെ കുറയുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ അവരുടെ വരുമാനവും കുറവായിരുന്നു. അതായത് ആ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൽ കീഴില് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ ഒരു ആൾക്കാരുടെ എണ്ണം, കൃഷിയിലേക്ക് വരുന്ന ആൾക്കാരുടെ എണ്ണവും ലാൻഡിന്റെ സൈസ്, കൃഷി ചെയ്യാനുള്ള ലാൻഡിന്റെ സൈസും കൂടുതലാണ്. പക്ഷെ അതിന്റെ ഔട്ട്പുട്ട് വളരെ കുറവാണ്. അപ്പൊ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ എത്ര ആളുകൾ ഒരു ഔട്ട്പുട്ട് കൃഷി ചെയ്യുന്നുണ്ട്, ആ ഔട്ട്പുട്ട് അതിന്റെ ലേബേഴ്സുമായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന ഒരു അനുപാതമാണ് എന്താണ് നമ്മുടെ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്
വളരെ കുറവായിരുന്നു. അതായത് ലാൻഡ്, അതായത് ബേസിക് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണ് ലാൻഡ്, ലേബർ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും ലാൻഡും ലേബറും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്ന വളരെ എക്കണോമിക്കലായിട്ട്, അതായത് വളരെ ചെലവ് കുറഞ്ഞ് നമുക്ക് കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്ന ഒരു അവസ്ഥയില്ലായിരുന്നു. അപ്പൊ അതാണ് നമ്മൾ പറയുന്നത് ലോ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. ഉൽപാദന ക്ഷമത വളരെ കുറവായിരുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് അന്നത്തെ കാലത്ത്. കാരണം അതിന്റെ റീസൺ ആയിട്ട് പറയുന്നത് അന്നത്തെ കാലത്ത് വളരെ ഹൈ യീൽഡിംഗ് വെറൈറ്റീസ് ഓഫ് സീഡ്സോ ഫെർട്ടിലൈസേഴ്സോ ഒന്നും ഇല്ലായിരുന്നു. അത് മാത്രമല്ല ഈ ട്രഡീഷണൽ ആയിട്ടുള്ള അഗ്രികൾച്ചറിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പോളിസി അല്ലായിരുന്നു ഈ ബ്രിട്ടീഷുകാർ ഫോളോ ചെയ്തതെന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ഇന്ത്യൻ എക്കോണമി ഇവരുടെ പോളിസീസ്, ഈ രണ്ട് തരത്തിലുള്ള പോളിസികൾ കാരണം ഇന്ത്യൻ എക്കോണമിയുടെ ഒരു അഗ്രികൾച്ചർ സെക്ടറിനുണ്ടായ ഒരു സ്റ്റാഗ്നേഷനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ആ സ്റ്റാഗ്നേഷൻ എന്ന് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏതൊക്കെ തരത്തിലാണ് ഇന്ത്യൻ അഗ്രികൾച്ചറിന്റെ സ്റ്റാഗ്നേഷൻ അവിടെ സംഭവിച്ചതെന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഒന്നാമതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആളുകളുടെ, അതായത് കൃഷി ചെയ്യുന്ന ആളുകൾക്ക് ഭൂമി ഇല്ലാത്ത അവസ്ഥ, അവർ കൂടുതൽ എന്താണ് കടക്കണിയിലേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. ഈ അഗ്രികൾച്ചർ സ്റ്റാഗ്നന്റ് ആയിട്ട് നിശ്ചലാവസ്ഥയിൽ നിൽക്കുമ്പോഴത്തേന് സംഭവിച്ച ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്താണ്? ദ പെസൻസ് വെയർ ഇൻഡെപ്റ്റൻസ്, അവര് കടക്കണിയിലേക്ക് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു. രണ്ടാമത് അവർ ലാൻഡ്ലെസ് ആയിട്ടുള്ള ലേബേഴ്സ് ആയിട്ട് നിൽക്കുന്ന അവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത്. രണ്ടാമതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഞാൻ പറഞ്ഞു ഈ ബ്രിട്ടീഷ് പോളിസിയിൽ എപ്പോഴും അവര് ക്യാഷ് ക്രോപ്സിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്, ഒരിക്കലും ഫുഡ് ക്രോപ്സിനല്ല. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് കൂടുതലും മരണങ്ങൾ, ദ ഡെത്ത്സ് റേറ്റ്സ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. കാരണം അന്നത്തെ കാലത്ത് വളരെ കൂടുതൽ ദാരിദ്ര്യം ഉണ്ടായിരുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. മാൽ ന്യൂട്രീഷൻ, പോവർട്ടി ആൻഡ് മാൽ ന്യൂട്രീഷൻ, ഫാമിൻസ്, എപ്പിഡമിക്സ്, ഇതെല്ലാം കൂടുതൽ ഉണ്ടായിരുന്ന ഒരു ജനവിഭാഗമാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. കാരണം ഫുഡ് പ്രോഡക്റ്റുകളുടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ വരവോട് കൂടി കുറയുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നീട് അവരുടെ ലാൻഡ് പോളിസി, അഗ്രികൾച്ചറിന്റെ ഈ സ്റ്റാഗ്നേഷന് കാരണമായിട്ട് പറയുന്നത്, വിദഗ്ധർ പറയുന്നത് ലാൻഡ് പോളിസി ഓഫ് ദി ബ്രിട്ടീഷ് അതോറിറ്റി ഓർ ബ്രിട്ടീഷ് റൂൾ. അതായത് ലാൻഡ് പോളിസി എപ്പോഴും ലാൻഡ് റവന്യൂ അവർക്ക് ലഭിക്കണം എന്നുള്ളതായിരുന്നു അവരുടെ പോളിസി. അത് കൃഷി നഷ്ടമായാലും ഇല്ലെങ്കിലും, വെദർ ഇറ്റ് ഈസ് ഗെയിൻ ഓർ ലോസ്, ദേ ഹാവ് ടു കളക്ട് ദി എൻറ്റയർ റവന്യൂ ഫ്രം ദി കൾട്ടിവേറ്റേഴ്സ്. അപ്പോൾ അവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ റവന്യൂ കളക്ട് ചെയ്യാനുള്ള ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കൃഷിക്കാർക്ക് അനുകൂലമായ ഒരു സാഹചര്യവും അവിടെ ഇല്ലായിരുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏറ്റവും കൂടുതൽ ഇവരുടെ പോളിസികൾ അഫക്ട് ചെയ്തത് റൂറൽ ഇക്കോണമിയാണ്. ഗ്രാമീണ പ്രദേശങ്ങളിലുള്ള സമ്പദ്ഘടനയാണ് ഇവരുടെ ഈ പോളിസികൾ ഏറ്റവും കൂടുതൽ ബാധിച്ചത്. അതുകൊണ്ട് തന്നെ റൂറൽ ഇക്കോണമി ഒരു ഡിപ്രഷൻ, ഒരു മാന്യ അവസ്ഥയിലേക്ക്, ഇന്നത്തെ ഒരു സാഹചര്യം പോലുള്ള തൊഴിലില്ലാത്ത അവസ്ഥ, നമ്മുടെ ഈ കോവിഡിന്റെ പീരീഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതിനുള്ള ഒരു അവസ്ഥയായിരുന്നു അന്ന് ഉടലെടുത്തത്. പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നതെന്ന് പറയുന്നത് ഈ ഒരു ഡിപ്രഷൻ സ്റ്റേജില് അവരുടെ കടക്കണി, അവര് കടത്തിൽ ജനിച്ചു, ആ കടം അടുത്ത തലമുറയിലേക്ക് കൈമാറി ഇങ്ങനെ പോകുന്ന ഒരു അവസ്ഥയായിരുന്നു ആ സാഹചര്യത്തിൽ ഉണ്ടായിരുന്നത്. പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവര് അഗ്രികൾച്ചർ ഉണ്ടായിരുന്ന ഈ സർപ്ലസ്, അതായത് മിച്ചം എന്ന് പറയുന്നത് ഇവര് കൂടുതലായിട്ടും ഈ ജനങ്ങളുടെ ഇടയിൽ നിന്നും കളക്ട് ചെയ്തിരുന്നു. അതൊരിക്കലും ജനങ്ങളിലേക്ക് പോകാനായിട്ട് അവർ സമ്മതിച്ചില്ല. They are always looking for the surplus of agriculture. They are not ready to return this surplus to the ultimate cultivators. അതാണ് ഈ ഒരു സ്റ്റാഗ്നേഷന് പ്രധാനമായിട്ടും സംഭവിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്രൊഡക്ടിവിറ്റി കുറഞ്ഞു, ഉൽപാദനക്ഷമത വളരെ കുറഞ്ഞു എന്നുള്ളതാണ്. അതായത് ഒരു പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഒരു 100 ക്വിന്റല് നെല്ല് നമ്മൾ ഉൽപ്പാദിപ്പിച്ചു, അതിനെ നമ്മൾ എത്ര തൊഴിലാളികൾ, എത്ര മെഷീൻ ഉപയോഗിച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കാണ് നമുക്ക് അതിന്റെ പ്രൊഡക്ടിവിറ്റി കിട്ടുന്നത്. അപ്പൊ അന്നത്തെ കാലത്ത് ആളുകളുടെ എണ്ണവും അതുപോലെ കൃഷി ചെയ്യുന്ന ഭൂമിയുടെ എണ്ണവും അതിന്റെ സൈസ് എന്ന് പറയുന്നത് കൂടുതലായിരുന്നു, പക്ഷെ ഉൽപാദനം വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് വളരെ
കുറവായിരിക്കുന്ന ഒരു സാഹചര്യം, ഉത്പാദനക്ഷമത വളരെ കുറവായിരുന്നു. നമുക്കറിയാം 1960-65 കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ ഗ്രീൻ റവല്യൂഷൻ വരുന്നത്. ആ സമയത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഉത്പാദനം, ഇന്ന് ഇന്ത്യ എന്ന് പറയുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും ഉത്പാദനക്ഷമതയുള്ള അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റി ഉള്ള ഒരു രാജ്യമാണ്. നമ്മൾ അന്നത്തെ കാലത്തെ പോലെയുള്ള ഒരു ഭൂമിയോ മറ്റു കാര്യങ്ങളോ ഒന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഇന്ന് ഹൈ യീൽഡിംഗ് വെറൈറ്റീസ് ഓഫ് സീഡ്സും ഫെർട്ടിലൈസേഴ്സും ഒക്കെ ഉപയോഗിച്ച് പുതിയ ടെക്നോളജിക്കൽ ആപ്ലിക്കേഷനും ഒക്കെയാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് ഇന്ത്യ ഒരു സർപ്ലസ് ഫുഡ് ഗ്രെയിൻസ് ഉള്ള ഒരു കൺട്രി ആയിട്ടാണ് ഇന്നിരിക്കുന്നത്. പക്ഷെ അന്നത്തെ കാലത്ത് ബ്രിട്ടീഷുകാർക്ക് വളരെ മോശമായിട്ടുള്ള ഈ രണ്ട് പോളിസികൾ, ഇന്ത്യ ആസ് എ സോഴ്സ് ഓഫ് റോ മെറ്റീരിയൽ ആൻഡ് ഇന്ത്യ ആസ് എ ഹബ് ഓഫ് മാനുഫാക്ചേർഡ് ഗുഡ്സ്, അവരുടെ മാനുഫാക്ചേർഡ് ഗുഡ്സ് വിൽക്കാനുള്ള ഒരു കോളനി ആയിട്ടാണ് ഇന്ത്യയെ കണ്ടുകൊണ്ടിരുന്നത്. ഓക്കെ, നമ്മൾ നോക്കാൻ പോകുന്നത് റീസൺസ് ഫോർ ദി സ്റ്റാഗ്നേഷൻ ഓഫ് അഗ്രികൾച്ചർ. എന്തെല്ലാം കാരണങ്ങളാണ് നമുക്ക് ഈ അഗ്രികൾച്ചർ, ഞാൻ പറഞ്ഞു സ്റ്റാഗ്നേഷന്റെ ഒരു നേച്ചറാണ് നമ്മൾ ഇത്ര നേരം ഡിസ്കസ് ചെയ്തത്. അപ്പോൾ സ്റ്റാഗ്നേഷന്റെ കാരണങ്ങളാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. നമുക്ക് ഒരുപാട് റീസൺസ് നമുക്ക് കാണാൻ സാധിക്കും. ഒന്നാമത്തെ ഒരു റീസൺ എന്ന് പറയുന്നത് എക്സ്പ്ലോയിറ്റേറ്റീവ് ലാൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റം എന്നുള്ളതായിരുന്നു പ്രധാനമായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ലോ ലെവൽ ഓഫ് ടെക്നോളജി. മൂന്നാമത് കാണാൻ സാധിക്കുന്നത് നെഗ്ലിജിബിൾ യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ്. നാലാമത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ലാക്ക് ഓഫ് ഇറിഗേഷൻ ഫെസിലിറ്റീസ്. അഞ്ചാമത് കാണാൻ സാധിക്കുന്നത് കൊമേഴ്സ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ. ആറാമത് നമുക്ക് കാണാൻ സാധിക്കുന്നത് പാർട്ടീഷൻ ഓഫ് ഇന്ത്യ ഇൻ 1947. ഈ കാര്യങ്ങളാണ് ഇന്ത്യയിലെ അഗ്രികൾച്ചർ സെക്ടറിനെ ഒരു നിശ്ചലാവസ്ഥയിൽ നിലനിർത്താനായിട്ടുള്ള ഒരു കാരണമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിലും അഗ്രികൾച്ചറിനുള്ള ഗ്രോത്ത് എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ പങ്കെടുക്കുന്ന, അതായത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു മേഖലയാണെങ്കിൽ പോലും അവിടെ കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഒരു സർവീസ് സെക്ടറിലാണ് ഏറ്റവും കൂടുതൽ ഗ്രോത്ത് ഉണ്ടാകുന്നത്. അത് നിൽക്കുകയാണെങ്കിലും അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ഇപ്പോഴത്തെ ഈ സാഹചര്യം ഉണ്ടായത് എന്നും കൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഈ ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള ഈ ഒരു അവരുടെ പോളിസീസ്, ആ പോളിസി മൂലം നമുക്ക് നമ്മുടെ അഗ്രികൾച്ചർ ഉണ്ടായ സ്റ്റാഗ്നേഷൻ മനസ്സിലാക്കുന്നതിലൂടെ ഇപ്പോഴത്തെ അവസ്ഥയും കൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോ ഒന്നാമതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് എക്സ്പ്ലോയിറ്റേറ്റീവ് ലാൻഡ് സെറ്റിൽമെന്റ്. ഇപ്പൊ ഇവിടെ നോക്കുക, എക്സ്പ്ലോയിറ്റേറ്റീവ് ലാൻഡ് സെറ്റിൽമെന്റില് ഇവർക്ക് 3 തരത്തിലുള്ള സെറ്റിൽമെന്റുകളാണ് ഉണ്ടായിരുന്നത്. ഒന്നാമത് സെമീൻഡാരി സിസ്റ്റം. 1793 ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ലോർഡ് കോൺവാലിസ് ആണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ബംഗാൾ പ്രസിഡൻസി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സ്റ്റേറ്റുകൾ പോലെ തന്നെ അന്ന് ബ്രിട്ടീഷുകാരും അവരുടെ ഭരണ സൗകര്യത്തിന് വേണ്ടി അവര് ഡിവൈഡ് ചെയ്ത് പോയിരുന്നു ഇന്ത്യയെ തന്നെ പല ഉപവിഭാഗങ്ങളായിട്ട്. അതില് ബംഗാൾ പ്രസിഡൻസിയിലാണ് സെമീൻഡാരി സിസ്റ്റം എന്ന് പറയുന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ സെമീൻഡാർസ് എന്ന് പറയുന്നത് ലാൻഡ് ലോഡ്സ് ആണ്. നമ്മൾ 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ലാൻഡ് ലോഡ്സ് നമ്മൾ ഈ ഫ്യൂഡലിസം പഠിക്കുമ്പോൾ അതേ ഒരു സിസ്റ്റമായിരുന്നു ഈ സെമീൻഡാരി സിസ്റ്റം എന്ന് പറയുന്നത്. ഈ സെമീൻദാർ എന്ന് പറയുന്നത് ലാൻഡ് ലോഡ്സ് ആണ്. അവരായിരുന്നു ഭൂമിയുടെ അവകാശികൾ, ഓണേഴ്സ് ഓഫ് ദി ലാൻഡ്, ആൻഡ് ദേ ആർ ഓൾവേസ് കളക്ടിങ് റവന്യൂ ഫ്രം ദി കൾട്ടിവേറ്റേഴ്സ്. അവര് ഈ കൾട്ടിവേറ്റേഴ്സിന് റെന്റ്, അതായത് പാട്ടത്തിന്, നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ പാട്ടത്തിന് അവര് കൃഷി ചെയ്യാൻ കൊടുക്കുന്നു. വിള മോശമായാലും ഇല്ലെങ്കിലും ആ ഒരു വലിയൊരു പാട്ടം ഈ കൃഷി ചെയ്യുന്ന കർഷകരിൽ നിന്നും വാങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ കർഷകരുടെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ മോശമായിരുന്നു. they were always going to the indebtedness of the rural economy. അപ്പോൾ അടുത്ത നമ്മൾ നോക്കുന്നത് സെമീൻദാർ സിസ്റ്റം. അതിന്റെ അതെങ്ങനെയാണ് അതിന്റെ വർക്ക് ചെയ്യുന്നതാണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത്. സെമീൻദാരി സിസ്റ്റത്തില് സെമീൻദാർസ് ആയിരിക്കും ലാൻഡ് ലോഡ്സ് ആയിട്ട് വരുന്നത്. അവരായിരിക്കും ഓണേഴ്സ് എന്ന് പറയുന്നത്. അപ്പം അവര് കളക്ട് ചെയ്യുന്ന റവന്യൂ അവര് നിശ്ചയമായിട്ടും അവര് കളക്ട് ചെയ്തിട്ട് അവരത് ബ്രിട്ടീഷ് റൂളിലുള്ള അവരുടെ ബ്രിട്ടീഷുകാർക്ക് അത് കൊടുക്കുന്നു. ഏതെങ്കിലും സമയത്ത് സെമീൻദാർസ് അവർ ഫെയിൽ ചെയ്യുകയാണ്, അതായത് അവര് ഈ നികുതി കൊടുക്കാനായിട്ട് വൈകുവാണെങ്കിൽ അവരുടെ ഓണർഷിപ്പ് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് റൂളിലുള്ള അധികാരികൾ നിർത്തലാക്കുകയാണ്. അതുകൊണ്ട് തന്നെ സെമീൻദാർസ് എപ്പോഴും എന്താണ്, ഈ കൾട്ടിവേറ്റ് ചെയ്യുന്ന കർഷകരിൽ നിന്നും ഏറ്റവും കൂടുതൽ റവന്യൂ അവര്, അതായത് റെന്റ് പാട്ട രീതിയിൽ കളക്ട് ചെയ്യുമായിരുന്നു. അതുകൊണ്ട് തന്നെ കർഷകരുടെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ മോശമായിരുന്നു.
എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. രണ്ടാമത് വരുന്ന ഒരു സിസ്റ്റമായിരുന്നു റായ്റ്റ് വാലി സിസ്റ്റം. റായ്റ്റ് വാലി സിസ്റ്റത്തില് റായ്റ്റ് വാലി സിസ്റ്റം എന്ന് പറയുന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് തോമസ് മൺട്രോ എന്ന് പറയുന്ന പ്രഭുവാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. 1890 ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റായ്റ്റ് വാലി സിസ്റ്റത്തില് നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഈ ഒരു വില്ലേജുകളിൽ നിന്നും റായത്ത് എന്ന വാക്കിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ഉറുദുവില് റായത്ത് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ഫാർമേഴ്സ് എന്നതാണ്. അപ്പൊ ഫാർമേഴ്സിൽ നിന്ന് അവരെന്താണ് റവന്യൂ കളക്ട് ചെയ്തിരുന്നു. ആ റവന്യൂ കളക്ട് ചെയ്തിട്ട് അവിടെ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ക്വാളിറ്റി ഓഫ് സോയിലിന്റെ ക്വാളിറ്റി അനുസരിച്ചാണ് ഇവർ എന്താണ് ഫാർമേഴ്സിൽ നിന്നും ഈ സിസ്റ്റത്തില് റവന്യൂ കളക്ട് ചെയ്തത്, ബ്രിട്ടീഷുകാർ കളക്ട് ചെയ്തിരുന്നത്. ഈ ഒരു സാഹചര്യത്തിലും ഹൈയസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും ഉയർന്ന തരത്തിലുള്ള ഒരു റവന്യൂ ആണ് ഈ കർഷകരിൽ നിന്ന് വാങ്ങിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ കർഷകർക്ക് ഇതിൽ നിന്ന് ഒരു ബെനിഫിറ്റും ലഭിച്ചിരുന്നില്ല എന്നുള്ളതാണ് റായത്ത്. അപ്പൊ റായത്ത് എന്ന് പറഞ്ഞാൽ ഉറുദു പദമാണ്. അത് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഫാർമേഴ്സ് എന്നുള്ളതാണ്. ഇവിടെ ഈ സിസ്റ്റത്തില് റായത്ത് വാലി സിസ്റ്റത്തില് നമുക്ക് കാണാൻ സാധിക്കുന്നത് റവന്യൂ എന്ന് പറയുന്നത് ഫിക്സ് ചെയ്യുന്നത്, അതായത് ഇപ്പൊ ആ സോയിലിന്റെ കൾട്ടിവേറ്റ് ചെയ്യുന്ന സോയിലിന്റെ ക്വാളിറ്റി അനുസരിച്ചാണ്. അത് ഏറ്റവും കൂടുതൽ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന പ്രസിഡൻസി എന്ന് പറയുന്നത് മദ്രാസ് പ്രസിഡൻസിയാണ്. കേരളമൊക്കെ മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമായിരുന്നു ആ കാലം. പിന്നെ നമുക്ക് അടുത്ത് നോക്കുന്നത് മഹൽവാലി സിസ്റ്റമാണ്. മഹൽ എന്നുള്ളതിന്റെ അർത്ഥം തന്നെ എന്താണ്? വില്ലേജ് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഒരു വില്ലേജ് ഹെഡ് കാണും. ഈ വില്ലേജ് ഹെഡാണ് ബ്രിട്ടീഷുകാർക്ക് വേണ്ടി വരുമാനം കളക്ട് ചെയ്തിരുന്നത് എന്നുള്ളതാണ്. അപ്പൊ മഹൽവാലി സിസ്റ്റത്തിലും ഈ മൂന്ന് സിസ്റ്റത്തിലും വളരെ എക്സ്പ്ലോയിറ്റേറ്റീവ്, അതായത് ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നീട് നമ്മൾ നോക്കാം. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന 6 റീസൺസിൽ ഏറ്റവും പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് ഈ എക്സ്പ്ലോയിറ്റേറ്റീവ് ലാൻഡ് സെറ്റിൽമെന്റ് ആണ്. ബാക്കിയുള്ളതെല്ലാം അതിന്റെ ഭാഗമായിട്ട് തന്നെ സംഭവിച്ചുകൊണ്ട് ഇരിക്കുന്നതാണ്. പ്രധാനമായിട്ടും അത് നമ്മൾക്കറിയാം, നമ്മൾ ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത്. കാരണം ബ്രിട്ടീഷുകാരുടെ ഉദ്ദേശം തന്നെ ഇന്ത്യ ഒരു കൺസ്യൂമർ ഗുഡ്സ് കൈകാര്യം ചെയ്യുന്ന ഒരു ഇക്കോണമിയായി മാറുക എന്നുള്ളതായിരുന്നു. രണ്ടാമത് കാണാൻ സാധിക്കുന്നത് നെഗ്ലിജിബിൾ യൂസ് ഓഫ് ഫെർട്ടിലൈസേഷൻ. ഞാൻ തുടക്കത്തിലേ പറഞ്ഞായിരുന്നു, ഇന്ത്യ വളരെ ആഴത്തില് ഫെർട്ടിലൈസേഴ്സ് ഒക്കെ ഉപയോഗിക്കുന്നത് 1960-65 ഇന്ത്യയിലെ ഗ്രീൻ റവല്യൂഷൻ വരുമ്പോഴാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് മുമ്പുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് എന്താണ്? വളരെ കുറച്ച് മാത്രമാണ് ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിച്ചത്. അഥവാ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് ചിലപ്പോൾ ഈ ബയോ ഫെർട്ടിലൈസേഴ്സ് ഒക്കെ ആയിരിക്കും ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നെ കാണാൻ സാധിക്കുന്നത് ഇറിഗേഷൻ ഫെസിലിറ്റീസ്. നമുക്കറിയാം, ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ചതിന് ശേഷമാണ് ഇവിടെ ജലസേചന സൗകര്യങ്ങളൊക്കെ കൃഷിക്ക് വേണ്ടി കൂടുതലായിട്ടും ഉണ്ടാക്കിയത്, ഡാമുകളും മറ്റുമൊക്കെ വരുന്നത്. അപ്പൊ അന്നത്തെ സാഹചര്യത്തിൽ ഇറിഗേഷൻ ഫെസിലിറ്റീസ് ഇല്ലാത്തത് അഗ്രികൾച്ചറിന്റെ ഒരു സ്റ്റാഗ്നേഷൻ. നമുക്ക് കൃഷി ചെയ്യാൻ വേണ്ടി വെള്ളം ആവശ്യമാണ്. അപ്പൊ ആ വെള്ളം നമുക്ക് ലഭിക്കാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അഗ്രികൾച്ചർ എന്താണ് ഒരു സ്റ്റാഗ്നേഷൻ, നിശ്ചലാവസ്ഥയിൽ നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത് കൊമേഴ്സ്യലൈസേഷൻ ഓഫ് ദി അഗ്രികൾച്ചർ. അതായത് നമ്മളുടെ ബ്രിട്ടീഷുകാരുടെ പോളിസി ഞാൻ പറഞ്ഞു, ഇന്ത്യയെ ഒരു റോ മെറ്റീരിയൽ കിട്ടുന്ന ഒരു രാജ്യമായി കാണുന്നു, അവരുടെ ഫിനിഷ്ഡ് പ്രോഡക്റ്റുകൾ വിൽക്കാൻ പറ്റുന്ന ഒരു രാജ്യമായിട്ട് കാണുന്നു. അപ്പൊ അവരെപ്പോഴും ഫുഡ് ക്രോപ്സിന് പ്രാധാന്യം കൊടുക്കാതെ ക്യാഷ് ക്രോപ്സിനാണ്, അതായത് നാണ്യ വിളകൾക്കാണ് അവർ പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ട് കൃഷിയെ വാണിജ്യവൽക്കരിക്കുക എന്നുള്ളൊരു നയം അവർ ഫോളോ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ കാലഘട്ടത്തിൽ നീലം കർഷകരുടെ എണ്ണം എന്ന് പറയുന്നത് വളരെ കൂടുതൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മറ്റ് തേയില, കാപ്പി അങ്ങനെയുള്ള പ്രോഡക്റ്റുകൾക്കാണ് കൂടുതൽ മാർക്കറ്റ് അന്ന് ബ്രിട്ടീഷുകാർ കൊടുത്തിരുന്നത്. അത് കൃഷി ചെയ്യാനാണ്. ഫുഡ് ക്രോപ്സുകൾക്ക് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ഒരു സാഹചര്യമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അടുത്തത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്ത്യയെ വെട്ടിമുറിച്ചതാണ്. 1947 ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിക്കുമ്പോൾ ഈസ്റ്റ് പാകിസ്ഥാനും വെസ്റ്റ് പാകിസ്ഥാൻ എന്ന് പറയുന്ന 2 രീതിയിൽ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയെ വെട്ടിമുറിച്ചു. അതിനുശേഷം 1972 ഇന്ത്യയുടെ സഹായത്തോടു കൂടി ബംഗ്ലാദേശ് ഫോം ചെയ്തു. അപ്പൊ ഇങ്ങനെ ഒരു പാർട്ടീഷൻ നടന്നു കഴിഞ്ഞപ്പോഴത്തേന്, അതായത് നമുക്കറിയാം മൗണ്ട് ബാറ്റൻ, നമ്മൾ ഹിസ്റ്ററി പഠിക്കുന്ന മൗണ്ട് ബാറ്റൻ പ്രഭുവിന്റെ പ്ലാൻ ആയിരുന്നു ഇന്ത്യ ഇങ്ങനെ വെട്ടിമുറിക്കുക എന്നുള്ളത്. അപ്പോൾ അതിന്റെ ഫലമായിട്ട് ഇന്ത്യയുടെ ഏറ്റവും നല്ല കൃഷിഭൂമികളെല്ലാം ഇന്നത്തെ പാകിസ്ഥാനിലേക്ക് പോയി. അതുകൊണ്ട് തന്നെ വളരെ ഫലഭൂഷ്ടി ഉണ്ടായിരുന്ന പ്രദേശങ്ങളെല്ലാം ഇന്നത്തെ പാകിസ്ഥാനിലെ പഞ്ചാബിലാണ്. അങ്ങനെ ഇന്ത്യയുടെ ഒരു അഗ്രികൾച്ചറിന്റെ ഒരു വളരെ ഫലഭൂഷ്ടിയുള്ള പ്രദേശങ്ങളെല്ലാം
പാകിസ്ഥാനിൽ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ ഇന്ത്യയുടെ ഇക്കോണമിയിൽ അഗ്രികൾച്ചർ സ്റ്റാഗ്നന്റായി മാറാനായിട്ട് ഇടയായി. അതിന്നും തുടരുകയാണ്. ഓക്കെ, എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് ഈ ഒരു ചാപ്റ്ററിന്റെ ഒരു ഭാഗം മാത്രമാണ്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ അടുത്ത ഒരു സെക്ടറിനെ കുറിച്ച് പഠിക്കും. ആ സെക്ടർ എങ്ങനായിരുന്നു ബ്രിട്ടീഷുകാരുടെ കാലത്ത് വർക്ക് ചെയ്തത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ.